السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله، والله عليم حكيم. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني مرادي. അഭിവന്ദനായ സ്വാഗത പ്രസംഗകൻ തൊയ്യിബ് സാഹിബ്, ബഹുമാന്യനായ ഉസ്താദ് പൈങ്ങണ്ണിയൂർ ഖത്തീബ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ബഹുമാന്യനായ അബുഹാജി, സദസ്സിലുള്ള ഒട്ടേറെ പ്രമുഖരായ നേതാക്കളെ, രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സക്കാത്ത് എന്ന വിഷയ സംബന്ധമായാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. വളരെ വിപുലമായ ഈ വിഷയത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ മാത്രം പറയാനേ നമുക്ക് ഈ ക്ലാസ് കൊണ്ടാവൂ. അതിൻ്റെ ആഴങ്ങളിലേക്ക് ചർച്ച ചെയ്തു പോകാനോ അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിശകലനങ്ങളിലേക്ക് പോകാനോ സാധ്യമാകാത്ത വിധം പരിമിതമായ സമയവും പരിമിതമായ അർത്ഥത്തിലുള്ള സ്വഭാവവുമാണ് നമ്മുടെ ക്ലാസ്സിനുള്ളത്. എങ്കിലും സാമാന്യമായ വിശകലനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ
ഒട്ടേറെ നിയമങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായതാണ് സക്കാത്ത്. കണിശമായ ഇസ്ലാമിക് ഇക്കോണമി, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി സമൂഹത്തിൽ നിന്ന് അഴിമതിയെയും അതുപോലെ തന്നെ ഒരുപാട് അനാവശ്യമായ സാമ്പത്തിക അതിക്രമങ്ങളെയും മാറ്റി നിർത്തുകയും സമൂഹത്തിന്റെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും വിധം സാമ്പത്തിക ദുശ്ചൈതികളിൽ നിന്ന് സമൂഹത്തെ ശുദ്ധീകരിക്കാനും അതുവഴി സമൂഹത്തിൽ സന്തുലിതമായ ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. സന്തുലിതം എന്ന പദമാണ് ഞാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സമത്വമല്ല ഇസ്ലാമിൻ്റെത്, സന്തുലിതത്വമാണ്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ദരിദ്രനെ എപ്പോഴും ദരിദ്രനായി കാണണമെന്നല്ല, പക്ഷേ എല്ലാവരും മുതലാളിയാകുന്നു എന്നല്ല അതിനർത്ഥം. സമൂഹത്തിൽ ഒരിക്കലും ഈ സമത്വം എന്നത് സാധ്യമാകുന്ന ഒരു ഏർപ്പാടേയല്ല. തൊഴിലാളി ഉണ്ടാകണം, മുതലാളി ഉണ്ടാകണം. ഈ സന്തുലിതത്വമാണ് ആവശ്യം. പ്രപഞ്ചത്തിന്റെ എല്ലാ അവസ്ഥയും അതാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് സന്തുലിത ബോധത്തിലാണ്, അല്ലാതെ സമത്വത്തിലല്ല. ഇത് ഇസ്ലാമിക പ്രകൃതിയാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ സാധ്യമാകുന്നത് സന്തുലിതത്വമാണ്. കുടുംബത്തിൽ സന്തുലിതത്വം, കുടുംബത്തിൽ സമത്വമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ കുടുംബത്തിൽ സന്തുലിതത്വമുണ്ട്, പക്ഷെ സമത്വമില്ല. സമത്വം ഉണ്ടാകുന്നത് ശരിയുമല്ല. ആണും പെണ്ണും ഒരുപോലെയാകാനാവൂല. ആണിന്റെ കൈകാര്യത്ര ഭാവത്തിലും കൈകാര്യസ്ഥ ബോധത്തിലും പെണ്ണ് ആണിന്റെ ചിറകിൽ ഒളിക്കാൻ സാധ്യമാകുന്ന ഒരു അഭയത്തിന്റെ, ഒരു അത്താണിയുടെ ഒരു ബോധം നിലനിർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബം ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് മേൽ പുരുഷന്മാർ കൈകാര്യകർത്തൃ അവകാശമുള്ളവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ സ്ത്രീയും പുരുഷനും ഒന്നല്ല, സ്ത്രീയും പുരുഷനും സമമല്ല. പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥിതിയിലും, അള്ളാഹു ഒഴിച്ചാൽ പ്രാപഞ്ചികമായി നിൽക്കുന്ന എല്ലാ വ്യവസ്ഥിതിയിലും ഇത് കാണാം. വെള്ളം എന്നാൽ അതിന്റെ ഘടകം എടുത്താൽ H2O ആണ്, H2O2 അല്ല. 2 ഹൈഡ്രജൻ തന്മാത്രയും 2 ഓക്സിജൻ തന്മാത്രയും കൂടിയല്ല വെള്ളം ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അവിടെ സമത്വമില്ല, സന്തുലിതത്വമുണ്ട്. 2 ഹൈഡ്രജൻ തന്മാത്രയും 2 ഓക്സിജൻ തന്മാത്രയും കൂടിയാൽ വെള്ളം ഉണ്ടാകില്ലായിരുന്നു. സമത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള സന്തുലിതത്വത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയത് സമൂഹത്തിന്റെ സാമൂഹിക നീതിയുടെ ഭാഗമായി സമത്വം സ്ഥാപിക്കാനല്ല. എന്റെ ഈ മുഖവരകൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. സമത്വം സ്ഥാപിക്കാനല്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇത് സമത്വ സുന്ദരമായ ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള സ്വപ്നമാണെന്ന്. അല്ല. ഒന്ന്, സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കി അവന്റെ ശറഇന്റെ തഅബ്ബുദിയായ ഒരു കാര്യമാണ്. ഇതിൽ നമ്മുടെ ന്യായങ്ങളും നമ്മുടെ ബോധങ്ങളും നമ്മുടെ യുക്തികളും ഒരിക്കലും അപ്ലൈബിൾ അല്ല. അതൊന്നും അതിൽ ചേർക്കാവുന്നതല്ല. നമ്മളല്ല ഇത് നിശ്ചയിച്ചത്, അള്ളാഹുവും അവന്റെ റസൂലും കാട്ടിത്തന്നതാണ്. എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്നിടത്തും, എങ്ങനെ സക്കാത്ത് പിരിക്കണമെന്നിടത്തും, എങ്ങനെ സക്കാത്തിന്റെ സ്വഭാവം ഉണ്ടാകണമെന്നിടത്തുമെല്ലാം അള്ളാഹുവും അവന്റെ റസൂലും എന്ത് മാർഗമാണോ നിർദ്ദേശിച്ചു തന്നത് അതിനപ്പുറത്തില്ല. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ചലനാത്മകമാണ്. അത് ചലനാത്മകമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ പാടെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായി മാറിയത്. ചർച്ചിൽ
ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ദ ഇസ്ലാമിക് എക്കോണമി സിസ്റ്റം is translated into practice by any country and all tenets of Islam and all its practical and social orders are established, such a country would be an abode of peace, prosperity and progress. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി അത് പ്രയോഗത്തിൽ വന്നാൽ, ഏതെങ്കിലും രാജ്യത്തിൽ പ്രയോഗത്തിൽ വന്നാൽ, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെയും സാമൂഹിക നിയമങ്ങളുടെയും ഭാഗങ്ങൾ ഏതെങ്കിലും സമൂഹങ്ങൾ അതിന്റെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികൾ പുലർത്താൻ തയ്യാറായാൽ, such a country would be an abode of peace. എന്നാൽ ആ നാട്, അങ്ങനെ ഒരു നാട് മദീന എന്ന നിലയിൽ ഖുലഫാ ഉർ റാഷിദിന്റെ കാലത്തുണ്ടായിരുന്നു എന്നതിനു ശേഷം പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നതിനു ശേഷം പിന്നെ പരിപൂർണാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നിലവിലുണ്ടായിരുന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാനില്ല. അതിന്റെ ഗുണങ്ങളില്ലാത്തത് എന്നർത്ഥത്തിലല്ല, പരിപൂർണവും സമ്പൂർണവും ആയി ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതി കാണാൻ കഴിയുന്നില്ല. പക്ഷെ ചർച്ചിൽ പറയുന്നു, അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ സൃഷ്ടിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ആ നാട്, such a country would be an abode of peace, prosperity and progress, സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അതോടൊപ്പം തന്നെ പുരോഗതിയുടെയും ഒരു തുരുത്തായി മാറുമായിരുന്നു ആ നാടെന്നാണ് ചർച്ചിൽ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്, ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ച പോലെ, യമനിൽ നിന്ന് മുആദ് റളിയല്ലാഹു തആല സക്കാത്തിന്റെ ഏതാണ്ട് 1/3 മഹാനവറുകൾ വന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചത്, യമനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വിട്ടതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ, ഈ സക്കാത്ത് നിങ്ങൾ നികുതി പിരിച്ചു കൊണ്ടുവരുന്നതാണോ? ആളുകളുടെ നികുതി, ഇസ്ലാമിക രാഷ്ട്രത്തിനുള്ള നികുതിയാണോ അത്? ഇത് സക്കാത്താണ്. ഈ സക്കാത്ത് ആ നാട്ടിൽ തന്നെ വിതരണം ചെയ്യേണ്ടതിന് പകരം താങ്കൾ എന്തിനു കൊണ്ടുവന്നു എന്നായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇതായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധനായ അമീറുൽ മുഅ്മിനീൻ ഖലീഫ അമീറുൽ മുഅ്മിനീനോട്, അമീറുൽ മുഅ്മിനീൻ, ഇത് ജനങ്ങളുടെ സക്കാത്ത്, അവിടെ അത് വാങ്ങാനില്ലാത്ത വിധം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായതിനു ശേഷമുള്ളതിന്റെ ബാക്കിയാണ് എന്നായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. 2ാം വർഷവും അത് കൊണ്ടുവന്നു. 3ാമത്തെ വർഷം എല്ലാ സ്വത്തും, അതായത് സക്കാത്തായി അവിടെ നിന്ന് പിരിച്ചെടുത്ത മുഴുവൻ സ്വത്തുമായി മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. അവിടെ ഒന്നും കൊടുക്കാനില്ല. അവിടെ ഒന്നും കൊടുക്കാനില്ലാതെ നേരെ അഷ്റഫുൽ ഖൽഖിന്റെ ഖലീഫയാകുന്ന അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ വന്നിട്ട്, യമൻ മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന്റെ ദാരിദ്ര്യ നിർമാർജനത്തിന് ഈ സക്കാത്ത് ഹേതുകമായി എന്നായിരുന്നു മഹാനായ അമീറുൽ മുഅ്മിനീനോട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ മുആദ് റളിയല്ലാഹു തആല. അപ്പോൾ ഒരു സമൂഹം സക്കാത്ത് കൊടുത്ത് ശരിയായ അർത്ഥത്തിലായി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഇതൊരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിലനിൽക്കാൻ സക്കാത്തിനെ, സമ്പത്തിനെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. മാ ഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബിനിസ് സബീൽ കൈ ലാ യകൂനു ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഫൈഉ സ്വത്തായി കിട്ടുന്നത്, യുദ്ധത്തിൽ ആളുകൾ ഇട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, ഗനീമത്ത് മുതലുകൾക്ക് ശേഷം പിന്നെ ആളുകളിൽ നിന്ന് അവർ ഉപേക്ഷിച്ച് ശത്രുക്കൾ മാറ്റിവെച്ച സ്വത്തുക്കൾ, അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ, ഈ ഫൈഉ സ്വത്ത്, അത് ആർക്കൊക്കെ വിതരണം ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലില്ലാഹ്,
ഒന്ന് അള്ളാഹുവിന്, അതായത് പൊതുഖജനാവിന്, വലിർ റസൂലി, പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്. കാരണം അള്ളാഹുവിന്റെ റസൂലിന് സക്കാത്തില്ല. ഇൻഷാ അല്ലാഹ് പറയാം. സക്കാത്ത് അള്ളാഹുവിന്റെ റസൂലിനോ അഹ്ലുൽ ബൈത്തിനോ ഇല്ല. കാരണം ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്, ഇത് ജനങ്ങളുടെ വസ്ഖാണ് എന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വത്തിന്റെ അഴുക്കാണ്. ആ അഴുക്ക് ലാ യഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. ആ അഴുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനും മുഹമ്മദ് റസൂലിനുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖിന് ഹദിയ ഉണ്ടാകാം, ഉപഹാരങ്ങൾ സമർപ്പിക്കാം. നേർച്ച, സക്കാത്ത് പോലെയുള്ളത് പാടില്ല എന്നാണ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അഷ്റഫുൽ ഖൽഖിന് എന്ന് പറയുമ്പോൾ അവിടുത്തെ പരിശുദ്ധ കുടുംബത്തിലെ അവിടുന്ന് ആ പരിശുദ്ധ പാരമ്പര്യത്തിൽ വന്നവർക്ക്, അതായത് സാദാത്യങ്ങൾക്ക് സക്കാത്തില്ല. സയ്യിദുമാർക്ക് സക്കാത്ത് കൊടുക്കണ്ട, ഹാഷിമി കുടുംബത്തിന് സക്കാത്ത് കൊടുക്കണ്ട, സത്യനിഷേധികളായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിനും സക്കാത്ത് കൊടുക്കണ്ട. സത്യനിഷേധിക്ക് ഇസ്ലാമികമല്ല എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. ഇതിന് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നതുകൊണ്ടും കൊടുക്കണ്ട. വല്ലാതെ താഴ്ന്നാലും കൊടുക്കണ്ട, വല്ലാതെ ഉയർന്നാലും കൊടുക്കണ്ട. അങ്ങനെയല്ല മനസ്സിലാവുന്നത്? അഷ്റഫുൽ ഖൽഖിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റാത്തത്, നബി തിരുമേനിയുടെ കുടുംബം ഏറ്റവും പവിത്രമാണ്, പരിശുദ്ധമാണ്. അങ്ങനെയുണ്ട്, ഏതായാലും അങ്ങനെയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ മുഹമ്മദ് റസൂലിന്റെ കുടുംബം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനിക്കപ്പെടുന്നത് പോലെ ഒരു കുടുംബവും മാനിക്കപ്പെടില്ല. അത് ഹബീബിന്റെ കുടുംബമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഉമ്മത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും റഹ്മത്തായി വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞ് കടന്നു വന്നാൽ സമൂഹം ആദരവോടെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില നാടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ മേൽ ഫൈആയി കൊണ്ടുവന്നത് ഫലില്ലാഹി വലി റസൂലിഹി വലിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വബിനിസ് സബീൽ. അത് അല്ലാഹുവിനും അവന്റെ റസൂലിനും, അതായത് ബൈത്തുൽ മാലിനും പിന്നെ റസൂലിനും പിന്നെ അടുത്ത കുടുംബക്കാർക്കും പിന്നെ യതീമുകൾക്കും മിസ്കീന്മാർക്കും അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ അനുവദനീയമായ അർത്ഥത്തിലുള്ള യാത്ര ചെയ്യുന്ന വിഭാഗം ആളുകൾക്ക്, യാത്രക്കാർക്കുമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. അത് നിങ്ങൾക്കിടയിലെ പ്രമാണിമാരായ ധനികർക്കിടയിൽ മാത്രം ഈ സമ്പത്ത് കടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി. വിഷയം അവിടെയാണ് എന്റേത്. സ്വത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ല ഇത്. പക്ഷേ സമ്പത്തിന്റെ സ്വഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ആ സമ്പത്ത് ധനികർക്കിടയിൽ കറങ്ങാൻ പാടില്ല. ഇന്ന് ഇത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് പോകുന്നു. ലോകത്തിന്റെ സമ്പത്ത് ഏതാണ്ട് ലോകത്തിന്റെ 4/1 പോലും ഇല്ലാത്തൊരു വിഭാഗത്തിന്റെ കയ്യിൽ പെട്ടുപോയിരിക്കുന്നു. വളരെ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തിന്റെ കയ്യിൽ ഇന്ന് സമ്പത്ത് കേന്ദ്രീകൃതമാണ്. ഗ്ലോബലൈസേഷൻ മുഖേന സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം കുത്തകയായി മാറുന്നു. അള്ളാഹു പറയുന്നു, അങ്ങനെ പണക്കാർക്കിടയിൽ കറങ്ങേണ്ടതല്ല സ്വത്ത്, അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ കൊടുക്കേണ്ടത് സഫീഹുകൾക്ക് കൊടുക്കരുത്, കാരണം അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ന് വിശുദ്ധ ഖുർആൻ. വലാ തുസ്ഫഹാ അംവാലകും അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമാ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ സഫീഹിന് കൊടുക്കരുത്. അനാഥനായ ബാലൻ അവൻ വളർന്നു വന്നിട്ട് റഷീദാകാതെ അവന് കൊടുക്കരുത്. അവൻ പക്വമതിയായി സമ്പത്ത് ചെലവഴിക്കുന്നോടത്ത് അമിതത്വം കാട്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിയാൽ മാത്രമാണ് നിങ്ങളത് കൊടുക്കേണ്ടത്. വലാ തുഅ്തു അംവാലകും സുഫഹാ അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമാ.
അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാകുന്നു. നിങ്ങൾക്ക് അല്ലാഹു അത്